ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വെളിപ്പെട്ട ലൈവിൽ പെട്ടെന്ന് വന്ന ഒരു കോൺവെർസേഷനാണ്. നമ്മുടെ ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ, അൻസിബ, ഋഷി ഈ 4 ആൾക്കാരും കൂടി ഇരുന്നു കൊണ്ടുള്ള ഒരു ചെറിയ സംഭാഷണമാണ്. നോറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അൻസിബ വെട്ടിത്തുറന്നടിക്കുകയാണ്. നോറ 100% ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ നോറയ്ക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല. അത്രമാത്രം നോറ ഫേക്കാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നോറ എൻ്റെ കയ്യിൽ നിരന്നു വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ സോപ്പിടാനും വരും. ഇത്രയും ഫേക്ക് ആകുവാൻ പാടില്ല മനുഷ്യന്മാർ, അതും ഇത്രയും ചെറിയ പ്രായത്തില്. നോറയുടെ അഭിപ്രായ പ്രകാരം ഈ ലോകത്തിൽ ഏറ്റവും നല്ലയാള് അവളുടെ കാമുകൻ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ദുഷ്ടന്മാരും കഴിവുകെട്ടവരും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ളവരും. പക്ഷേ ഞാൻ കുറെ ദിവസങ്ങളെടുത്തു അവളെ ശരിക്കും റീഡ് ചെയ്യുവാൻ. നോറയെക്കുറിച്ച് ജിൻഡോ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, നാവെടുത്താൽ ആ കുട്ടി കള്ളത്തരങ്ങൾ മാത്രമേ പറയുകയുള്ളൂ എന്ന്. അത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി. അതിന്റെ എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് അൻസിബയും നോറയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. ആ അടുപ്പം തുടങ്ങിയത് തന്നെ പവർ ടീം അവസാനമായിട്ട് പവർ ടീമിലേക്ക് അവർ കയറിയ ആ ഒരാഴ്ചയാണ്. അവരുടെ ഭരണത്തോടുകൂടി പവർ ടീം പിരിച്ചുവിട്ടെങ്കിലും ആ ഒരു ബോണ്ടിങ് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും അൻസിത്ത എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയുടെ പുറകിന് നടന്ന് പറയുന്നതും ഇതെല്ലാം സമയമെടുത്ത് അൻസിബ കേട്ടിരിക്കുന്നതുമൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷേ അൻസിബ ഇപ്പോൾ കൃത്യമായി പറയുകയാണ്, നോറയെപ്പോലെ ഒരു ഫേക്ക് പേഴ്സൺ, ഒരു കള്ളിയായ കുട്ടി ഈ പ്ലാറ്റ്ഫോമിൽ വേറെ ഇല്ല എന്നുള്ളത്. എന്തായാലും അൻസിബയ്ക്ക് നോറയുടെ വ്യക്തിത്വം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞ സ്ഥിതിക്ക് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അൻസിബ നോറയോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതും അവരുടെ ആ പുതിയ കൂട്ടുകെട്ട് ഏത് തരത്തിലായിരിക്കും പര്യവസാനിക്കാൻ പോകുന്നതും എന്നുമൊക്കെ കൗതുകത്തോടുകൂടി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ അൻസിബ ഒഴിഞ്ഞു മാറിപ്പോകുമോ, അതോ ഉള്ള കാര്യം നോറയുടെ മുഖത്ത് നോക്കി തുറന്നടിക്കുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്രയും നാളും ഇതുപോലുള്ള പല വിഷയങ്ങളും ആരുടെയും മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുൾപ്പെടുന്ന കൊച്ചു ഗ്രൂപ്പ്, അഭിഷേക്, ഋഷി, അൻസിബ തുടങ്ങിയ ചെറിയ കൂട്ടായ്മയ്ക്കുള്ളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഡിസ്കസ് ചെയ്ത് വിട്ടിട്ട് പഴയ രീതിയിൽ തന്നെ നോറയുമായിട്ടുള്ള സൗഹൃദം തുടർന്നു പോകുമോ, അതോ ഈ ബന്ധം ഇവിടെ വച്ച് അവസാനിപ്പിക്കുമോ, അതിനുള്ള കാരണം നോറ അന്വേഷിക്കുമോ, കാര്യങ്ങൾ തുറന്നു പറയുമോ, ഇതൊക്കെ നമ്മുടെ മുൻപിലും ഒരു ജിജ്ഞാസ ഉളവാക്കുന്ന വാർത്തയാണ്. എന്തായാലും കാത്തിരിക്കാം അടുത്ത നീക്കങ്ങൾക്ക് വേണ്ടി.